2020 ലോകകപ്പ് ആവേശകരമായി പുരോഗമിക്കുകയാണ്. ഇത്തവണ വാശിയേറിയ പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞൻ ടീമുകളെല്ലാം മികവ് കാട്ടുന്നതോടെ പോരാട്ടം കടുക്കുമെന്ന കാര്യം ഉറപ്പാണ്. T20 ലോകകപ്പിലെ ഫേവറേറ്റുകൾ എന്ന വിശേഷണത്തോടെ ഇറങ്ങുന്ന ഇന്ത്യക്ക് ഇത്തവണ കാര്യങ്ങൾ എളുപ്പമല്ലെന്നാണ് ആദ്യ മത്സരത്തിലെ പ്രകടനം വ്യക്തമാക്കുന്നത്. എന്തായാലും ലോകകപ്പിന് ശേഷം എല്ലാ ടീമുകളിലും ചില സുപ്രധാന മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ഇന്ത്യൻ ടീമിൽ നിന്ന് ചില താരങ്ങൾ പുറത്തു പോകാനും ചില താരങ്ങൾ ടീമിലേക്ക് എത്താനും സാധ്യതയുണ്ട്. നിലവിൽ ഇന്ത്യയുടെ ലോകകപ്പ് ടീമിൽ ഉൾപ്പെട്ട പലർക്കും ലോകകപ്പിന് ശേഷം സീറ്റ് നഷ്ടമായേക്കും. ഇത്തരത്തിൽ സീറ്റ് നഷ്ടമാകാൻ സാധ്യതയുള്ള താരങ്ങളും അവരുടെ പകരക്കാരായി എത്താൻ സാധ്യതയുള്ള താരങ്ങളും ആരൊക്കെയെന്ന് നോക്കാം. മലയാളി താരം സഞ്ജു സാംസന്റെ ഭാവി തന്നെയാണ് ആരാധകർക്കിടയിലെ പ്രധാന ചർച്ച. ലോകകപ്പിന് ശേഷം സഞ്ജുവിനെ ഇന്ത്യ കൈവിടാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഇഷാൻ കിഷന് കൂടുതൽ പിന്തുണ ലഭിക്കാനും ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായി ജിതേഷ് ശർമ്മയെ ടീമിലേക്ക് തിരികെ കൊണ്ടുവരാനാണ് ടീം മാനേജ്മെന്റ് ആലോചിക്കുന്നത്. കുൽദീപ് യാദവിന് T20യിലെ ഭാവിയും സുരക്ഷിതമല്ല. ഗൗതം ഗംഭീർ കുൽദീപിന് വലിയ പിന്തുണ നൽകുന്നില്ല. ചൈനമാൻ സ്പിന്നറുടെ പ്രകടനം പ്രതീക്ഷിച്ച നിലവാരം പുലർത്തുന്നില്ല. റൺസ് വിട്ടുകൊടുക്കാൻ കുൽദീപ് മടി കാട്ടുന്നുമില്ല. ഈ സാഹചര്യത്തിൽ ഇന്ത്യ കുൽദീപ് യാദവിനെ T20 ടീമിൽ നിന്ന് തഴഞ്ഞേക്കും. രവി ബിഷ്ണോയിയെ കൂടുതൽ പരിഗണിക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ശുഭ്മാൻ ഗിൽ ഇന്ത്യയുടെ T20 ടീമിലേക്ക് ശക്തമായ തിരിച്ചറിവ് നടത്തിയേക്കും. ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനായിരുന്നെങ്കിൽ T20 ടീമിൽ നിന്ന് അപ്രതീക്ഷിതമായി തഴയപ്പെടുകയായിരുന്നു. എന്നാൽ 2020 ലോകകപ്പിന് ശേഷം ഗില്ലിന് ടീമിലേക്ക് വിളി ലഭിക്കാനാണ് സാധ്യത. ഗില്ലിനെ ഇന്ത്യ 2020 ടീമിന്റെ ക്യാപ്റ്റനാക്കാനുള്ള സാധ്യതകളും കൂടുതലാണെന്ന് തന്നെ പറയാം. ശിവൻ ദുബെക്ക് ഇന്ത്യ വലിയ പിന്തുണ ഇപ്പോൾ നൽകുന്നുണ്ട്. എന്നാൽ ദുബെയെ ഓൾറൗണ്ടർ എന്ന നിലയിൽ ഇന്ത്യക്ക് കാര്യമായി ഉപയോഗിക്കാനാവുന്നില്ല. അതുകൊണ്ട് തന്നെ T20 ലോകകപ്പിന് ശേഷം ദുബെയുടെ ചീട്ട് കയറാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. നിതീഷ് കുമാർ റെഡ്ഡിക്ക് കൂടുതൽ പിന്തുണ ലഭിച്ചേക്കും. ദുബൈയേക്കാൾ വിശ്വസ്തനായ നിതീഷിന് പിന്തുണ ലഭിച്ചാൽ വലിയ പ്രകടനം നടത്താൻ സാധ്യതയുണ്ട്. IPL-ലുള്ള താരം ഇതിനോടകം കരുത്ത് തെളിയിച്ചതാണ്. യശസ്വി ജയ്സ്വാളിന് ഓപ്പൺ റോളിൽ കൂടുതൽ പിന്തുണ ലഭിച്ചേക്കും. മികച്ച കണക്കുകൾ അവകാശപ്പെടാൻ ജയ്സ്വാളിന് കരുത്തുണ്ട്. എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ അവസരം ലഭിക്കുന്നില്ല. 2020 ലോകകപ്പിന് ശേഷം ജയ്സ്വാളിന് കൂടുതൽ അവസരം ഇന്ത്യൻ ജേഴ്സിയിൽ പ്രതീക്ഷിക്കാം. ഗൗതം ഗംഭീർ 2027 ഏകദിന ലോകകപ്പ് വരെ തുടരുന്നതിനാൽ പല പരീക്ഷണങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. അഭിഷേക് ശർമ്മ, തിലക് വർമ്മ, വരുൺ ചക്രവർത്തി, ഹർഷിത് റാണ തുടങ്ങിയ താരങ്ങൾ ടീമിലുണ്ടാകുമെന്ന് ഉറപ്പാണ്. മധ്യനിരയിൽ വിരാട് കോഹ്ലിയുടെ വിടവ് നികർത്താൻ ഏറ്റവും അനുയോജ്യനായ താരം തിലക് വർമ്മയാണ്. 3-ാം നമ്പറിലോ 4-ാം നമ്പറിലോ വിശ്വസ്തനായി ബാറ്റ് ചെയ്യാൻ തിലകിന് സാധിക്കും. 2020 ക്രിക്കറ്റിൽ വിക്കറ്റുകൾ വീഴ്ത്താൻ കഴിവുള്ള മിസ്റ്ററി സ്പിന്നർ എന്ന നിലയിൽ വരുണും ടീമിൽ തുടരും. പേസ് ബൗളിംഗ് ഓൾറൗണ്ടർ എന്ന നിലയിൽ ഗൗതം ഗംഭീർ വലിയ പിന്തുണ നൽകുന്ന താരമാണ് ഹർഷിത് റാണ. ഡെത്ത് ഓവറുകൾ കൃത്യതയോടെ പന്തെറിയാനും വാൽറ്റത്ത് ബാറ്റ് ചെയ്യാനും ഹർഷിതിന് സാധിക്കും. ക്രിക്കറ്റ് ലോകം വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന 15-കാരൻ വൈഭവിന്റെ അരങ്ങേറ്റത്തിനും അധികം കാത്തിരിക്കേണ്ടി വരില്ല. അണ്ടർ-19 ലോകകപ്പിലെ വെടിക്കെട്ട് പ്രകടനം വൈഭവിനെ ഉടൻ തന്നെ സീനിയർ ടീമിലേക്ക് എത്തിച്ചേക്കാം. ഭാവിയിലെ ഒരു സൂപ്പർ ഓപ്പണറായിട്ടാണ് സെലക്ടർമാർ ഈ ഇടങ്കയും താരത്തെ കാണുന്നത്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.